നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരയേ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യോ രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമ. വന്ദേ ഗുരുപരമ്പര. ഗുരുവായൂരപ്പാ ശരണം. ത്വൽപ്രസാദായ ഭൂയാൽ. നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനും ശ്രീമന്നാരായണീയത്തിനും പൊതുവായ അഥവാ ഒരുപോലെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ്? രണ്ടും ആനന്ദമാണ്. ഗുരുവായൂരപ്പന്റെ ദർശനം, ആ ഭഗവാനെ, ആ പൊന്നുവിഗ്രഹം ഒന്ന് ദർശിക്കല് ആനന്ദാണല്ലോ. അതൊരു അനുഭൂതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നാണ് അഥവാ എപ്പോഴാ നമ്മൾ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ ദർശിച്ചത്? ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആ ആലോചന തന്നെ ഒരു രസമാണ്, ഒരാനന്ദമാണ്. ഏതോ ഒരു സന്ദർഭത്തില് അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെ ഒക്കെ കൂടെ ആദ്യമായിട്ട് ആ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ആദ്യ ദർശനം, ആ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേരെ തിരുമുമ്പില് അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പമുള്ളവരുടെ നിർദ്ദേശം പറഞ്ഞു തരുന്നുണ്ട്, ഇത് ഗുരുവായൂരപ്പനാണ്, നല്ലോണം കണ്ടു തൊഴൂ, പ്രാർത്ഥിക്കൂ. ആ നിർദ്ദേശത്തെ ശിരസാവഹിച്ചുകൊണ്ട് നമ്മൾ എൻ്റെ ഗുരുവായൂരപ്പാന്ന് ഒറ്റ വിളിയാ. അത് വിളിക്കേണ്ട താമസം വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി. അതൊരവസ്ഥയാണ്. നിമിഷങ്ങൾ മാത്രം ആ ഭഗവാന്റെ കമനീയമായ ആ ദിവ്യരൂപം ദർശിക്കാൻ ഏതാനും നിമിഷങ്ങളാണ് സാധിക്കുള്ളൂ. പക്ഷെ എന്തുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാ ഓർത്തത്, താൻ ഇപ്പൊ എന്തേ വിളിച്ചത്? ആ ഗണപതിയോടൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് സ്വബോധം വന്നത്. എന്തേ ഇപ്പൊ താൻ വിളിച്ചത്? എൻ്റെ ഗുരുവായൂരപ്പാന്നാ വിളിച്ചതേ. അപ്പോ ആരാ തനിക്കായി, തൻ്റേത് മാത്രമായി മാറത്ത് കൈവച്ച് ഗുരുവായൂരപ്പാന്ന് ഉറക്ക വിളിക്കാൻ ഒരു ഗുരുവായൂരപ്പനെ തന്നത്? പ്രഥമ ദർശനത്തിൽ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, അനുഭൂതി
നമ്മെ ഓരോരുത്തരും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ആ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്നും ആ പരമാനന്ദം നമ്മളിലേക്ക് ഒഴുകി വന്നതുകൊണ്ടാണ്. എന്നാൽ ആദ്യ ദർശനത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ ആള് വളരെ സമർത്ഥനാണ്. അദ്ദേഹം നമ്മളിലൊക്കെ ഒരു കൊളുത്തി വെച്ചിട്ടുണ്ട്. മാത്രല്ല ആ ഭഗവാൻ നമ്മളോട് ഒന്നും തന്നെ വായ തുറന്ന് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലോ ആ പുഞ്ചിരി കൊണ്ടും ആ നോട്ടം കൊണ്ടും നമ്മൾക്കങ്ങനെ പറയാണ് എന്നിങ്ങനെ അനുഭവാക്കുന്നുണ്ട്, തോന്നിക്കുന്നുണ്ട്. എന്താ പറയണത്? എപ്പോഴാണോ നമ്മൾ ഗുരുവായൂരപ്പാന്ന് വിളിച്ചത്, അപ്പോ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ പറയുകയാണ്, നീ എന്റേതാണ്, നിനക്ക് ഞാനുണ്ട്, മാ ശുച, നീ കരയരുത്. ഇങ്ങനെ നീ കരയരുത്, നിനക്ക് ഞാനുണ്ട്, എന്ത് കാര്യവും നിനക്ക് എന്നോട് തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണഭാവം അധികമായി തരുന്ന ഒരു ഈശ്വരൻ ഗുരുവായൂരപ്പനെ പോലെ വേറൊന്നില്ല. നമ്മളിലൊക്കെ ഒരു കൊളുത്ത് ആ ഭഗവാൻ കൊളുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുണ്ടോ? വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഉണ്ട് എന്നാണ് ഞാൻ പറയുക. ചെറിയൊരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചു നോക്കാം. എന്നാണ് ആദ്യമായി നാരായണീയം ചൊല്ലിയത് അഥവാ നാരായണീയത്തിലെ ഒരു ശ്ലോകം കേട്ടത്? അതിനു മുമ്പ് എന്നാ ഭഗവാനെ ആദ്യമായി ദർശിച്ചത്? അന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ഇങ്ങനെ നാരായണീയം വായിക്കാനും നാരായണീയത്തെ നമ്മളെ കൊണ്ട് യഥാതീതം യഥാമതി എന്നതുപോലെ അറിയാനും അതുവഴി ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തെ ആവും പോലെ മനസ്സിലാക്കാൻ ഒരു ശ്രമമൊക്കെ നടത്താൻ ഉണ്ടാവും, അത് തരാവും എന്നുള്ളത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ നാരായണീയത്തിലേക്ക് എത്തിപ്പെട്ടത്? അതാണ് പറഞ്ഞത്, നമ്മെ ഓരോരുത്തരെയും ഭഗവാന്റേതാക്കാൻ ശ്രമിക്കുന്ന ആ ഗുരുവായൂരപ്പൻ. എന്നാൽ നമ്മൾ ഇങ്ങനെ അനേകത ഓടുന്നുണ്ടല്ലേ രാവും പകലും. എന്തിനാണ് എന്ന് വലിയ പിടുത്തൊന്നുമില്ല, എന്നാലും ഓടുന്നുണ്ട്. ഓടാണ്ട വയ്യേനും ആ നിലയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോ ആ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ വഴിമാറി പോകാതിരിക്കാൻ ചില കൊച്ചു അനുഭവങ്ങൾ കൂടി തന്ന് ആ ചങ്ങല പതുക്കെ അടുപ്പിച്ച് അവസാനം നീ ഇങ്ങോട്ട് പോന്നോ എന്ന് പറഞ്ഞ് പരമാനന്ദ സാന്ദ്രയായ ഗതി കൂടിയിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്. നാരായണീയവും ആനന്ദം തന്നെയാണ്. നാരായണീയ പാരായണം കാര്യമായി അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും പാരായണവും ശ്രവണവും നമുക്ക് ആനന്ദം തന്നെയാണ്. എത്ര ദശകങ്ങള്! നാരായണീയത്തിലെ 55-ാം ദശകം, ആ കാളയമർദ്ദനം, അതൊന്ന് ചൊല്ലി നോക്കൂ. അർത്ഥമൊന്നും അറിയണ്ട, പക്ഷെ എന്തുണ്ട്, അത് ചൊല്ലുമ്പോ എന്തെന്നില്ലാത്തൊരാനന്ദം നമുക്കുണ്ടാവണുണ്ട്. അതുപോലെ തന്നെ 68-ാമത് ദശകം, തവവിലോകനാൽ ഗോപികാജന എന്നുള്ളത്. അത് ആ സംഗീതമൊക്കെ അറിയാവുന്നവരെ കേമായിട്ട് അങ്ങനെ ചൊല്ലുമ്പോ ഉണ്ടാവുന്ന ഒരു രസം.
ആനന്ദം, അതുപോലെ ആ കേശപാശ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ തന്നെ അഥവാ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടാവുന്നുണ്ട്. ഇനി ഗുരുവായൂരപ്പന്റെ അടുത്ത പ്രത്യേകത എന്താ? ആ ഭഗവാൻ അവബോധം ആണ്. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. വേദങ്ങളാൽ ശ്രുതികളാൽ പ്രകാശിപ്പിക്കപ്പെട്ടവനാണ് ആ ഭഗവാൻ. തൈത്തരീയോപനിഷത്തിൽ കാണാം, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നുള്ളത്. ബ്രഹ്മം സത്യവും ജ്ഞാനവും ആകുന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അക്ഷരാണാം അകാരോസ്മി. നാമെല്ലാം വിദ്യാരംഭം എന്ന് പറഞ്ഞ അരിയിലെഴുതുന്നത് മുതൽ ആദ്യം എഴുതുന്ന അറിവിന്റെ ആ ആദ്യക്ഷരം ആ എന്നത് ഞാനാകുന്നു. ഇതാണ് ഭഗവാൻ പറയണത്. അതായത് ആ മുതൽ അഹം ബ്രഹ്മാസ്മി വരെ ഒരു ഗുരുനാഥന്റെ മേൽനോട്ടത്തിൽ ശിഷ്യൻ അന്വേഷിക്കുകയാണ്. അവസാനം സാക്ഷാത്കരിക്കുന്നുണ്ട്. എന്ത്? തത്വം അസി, അത് നീ തന്നെയാകുന്നു. അഥവാ നീ അന്വേഷിക്കുന്നത് നിന്നിൽ തന്നെയാണ്. നമ്മളെ പറയുന്നത് പോലെ തന്നെ അറിവിന് ഒരവസാനമില്ല. വേദങ്ങളെ ശ്രുതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചിട്ടുള്ളത്. ഭാഗവതാനുസാരിയായാണ് മേൽപ്പത്തൂര് നാരായണീയം രചിച്ചത്. ശ്രീ ഗുരുവായൂരപ്പന്റെ അവതാര ലീലാകഥാരസാമൃത സിന്ധുവായ ശ്രീമദ് ഭാഗവതത്തിന്റെ സാരം സമുദ്രതം ആണ് നാരായണീയം. ശ്രീമദ് ഭാഗവതത്തിന്റെ അമൃത സാരാംശമാണ് നാരായണീയം എന്ന് ചുരുക്കം. അതിനാൽ തന്നെ നാരായണീയവും അവബോധമാണ് ഭഗവാനെ പോലെ. ആചാര്യൻ പറയുന്നത് പോലെ ഭാഗവതത്തിന്റെ കുട്ടിയാണ് നാരായണീയം, അഥവാ കുട്ടി ഭാഗവതമാണ് നാരായണീയം. ഗുരുവായൂരപ്പന്റെ അടുത്ത പ്രത്യേകത അനുപമിതം. ഗുരുവായൂരപ്പനെ പോലെ വേറൊന്ന് ഇല്ല. ആ ഗുരുവായൂരപ്പനെ പോലെ അനുഗ്രഹദായകത്വമുള്ള ഒരു ഈശ്വരൻ വേറില്ല. നമ്മൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതും എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ആ ഈശ്വര ചൈതന്യം. നാരായണീയം പോലെ തന്നെ, അഥവാ നാരായണീയത്തെ പോലെ ഗുരുവായൂരപ്പനെ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കുന്ന ഒരു സ്തോത്രം വേറില്ല. എങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പനെ എന്നാ പിടിച്ചോന്നും പറഞ്ഞ് നമ്മുടെ കയ്യില് വെച്ച് തരുന്ന, നമുക്ക് കയ്യിലെടുത്ത് തരുന്ന അനുഗ്രഹദായകത്വമുള്ള ഒരു സ്തോത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നാരായണീയവും അനുപമിതം. അതുപോലെ തന്നെ ഇനി നോക്കുകയാണെങ്കിൽ ആ കാവ്യഭംഗി, ശബ്ദഭംഗി, സാഹിത്യഭംഗി, ഇങ്ങനെ എങ്ങനെ നോക്കിയാലും നാരായണീയം അനുപമിതം തന്നെയാണ് ഗുരുവായൂരപ്പനെ പോലെ തന്നെ. ആ ഭഗവാന്റെ അടുത്ത പ്രത്യേകത എന്താ? ദേശകാലാവധിഭ്യാം നിർമുക്തം. നമ്മുടെ ഗുരുവായൂരപ്പന് കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെ ഒന്നും ഒരു പരിധിയില്ല. ഇന്ന് കാണുന്ന ആ ഗുരുവായൂരപ്പന്റെ കമനീയ വിഗ്രഹം ആദ്യം അത് ബ്രഹ്മാവ് പൂജ കഴിച്ചതാണ്. പിന്നീട് ആ വിഗ്രഹം അഷ്ടവസുക്കളില് ഒരാളായിട്ടുള്ള വസുദേവൻ ദ്വാരകയില് വെച്ച് പൂജ കഴിച്ചു. ആ വിഗ്രഹമാണല്ലോ ഭഗവാന്റെ സുധാമഗമനത്തിന് ശേഷം ദ്വാരക സമുദ്രത്തിലൊക്കെ മുങ്ങിപ്പോയപ്പോ ആ വിഗ്രഹം മാത്രം ഭഗവതിച്ഛയാൽ ജലത്തില്
പൊങ്ങിക്കിടന്നു. ആ വിഗ്രഹമാണ് ഗുരുവും വായുവും കൂടിയിട്ട് ഇന്ന് നാം അറിയുന്ന കാണുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചത്. ഈ കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ, എല്ലാവർക്കും അറിയാലോ. അതിനാൽ കാലത്തിന്റെ ഒരു പരിധിയും ഇല്ല ഗുരുവായൂരപ്പന്. ഇനി നമ്മളെ പോലെ കാലത്തിന്റെ ഒരു ഇതുമില്ല. കാരണം പകലെന്നോ രാത്രിന്നോ ഒന്നുമില്ല. കാരണം ഞാൻ എൻ്റെ സ്വാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പനെ സമാധാനായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് ഞാൻ പറയില്ല. കാരണം എപ്പോഴാണ്, ഏത് അർദ്ധരാത്രിയിലാണ്, ഏത് ഉറക്കത്തിന്റെ ഇടയിലാണ് എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ എന്ന് വിളിക്കേണ്ടി വരിക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് കാലം അഥവാ സമയം ഇതിൻ്റെയൊക്കെ പരിധിക്കപ്പുറത്താണ് ഗുരുവായൂരപ്പൻ. ഏത് സമയത്ത് വിളിച്ചാലും സംശയിക്കാനൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ പറയുക, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഉച്ചപൂജയുടെ നേദ്യത്തിന്റെ സമയ. ഇവിടെ ഒരാൾ അത്യാപത്തിൽപ്പെട്ടിട്ടാണ് ഗുരുവായൂരപ്പാ രക്ഷിക്കണേ എന്ന് പറയണതേ. അത് പറയുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് പറയുകയാണ്, നമ്മളൊക്കെ പറയണ പോലെ നമ്മൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പറയില്ലേ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോന്ന്. ഇതുപോലെ എങ്ങാനും ഗുരുവായൂരപ്പൻ നമ്മളോട് പറയുകയാണ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂന്ന്. ഒരു 4 ആളോടെ പറയേണ്ടതുള്ളൂ. കാരണം ഒരാളോട് ഉച്ചപൂജ കഴിഞ്ഞപ്പോ പറഞ്ഞു വിചാരിക്കുക, മറ്റാളോട് പൂജ കഴിഞ്ഞപ്പോ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു 4 ആളോട് അങ്ങോട്ട് പറഞ്ഞാൽ സംശയിക്കാനില്ല. ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തില് ഇന്ന് നമ്മൾ കാണുന്ന ഒരു തിരക്കും ഉണ്ടാവില്ല. കാരണം എന്താ? വിളിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു തോന്നല് വന്നാൽ, എന്നാൽ ഗുരുവായൂരപ്പൻ അങ്ങനെ യാതൊരു പ്രയാസങ്ങളും ഇല്ല. ഏത് സമയത്തായാലും ഏത് കാലത്തായാലും എത്ര അത്യാപത്തപ്പെട്ടിട്ടായാലും നമ്മൾ ഒന്നങ്ങോട്ട് വിളിക്കേ വേണ്ടതുള്ളൂ, ഗുരുവായൂരപ്പാ എന്നുള്ളത്. ആ ഭഗവാന്റെ അനുഗ്രഹം അവിടേക്ക് അങ്ങോട്ട് വരികയാണ്. അതിനാൽ കാലത്തിന്റെ ഒരു പരിധിയില്ല ഗുരുവായൂരപ്പന്. ഗുരുവായൂര് എന്നല്ല, ഭാരതത്തിൽ എന്നല്ല, ലോകത്തിന്റെ എവിടെയും ഏതു കോണിലും ഇരുന്ന് ഗുരുവായൂരപ്പാ എന്നൊന്നങ്ങോട്ട് ആത്മാർത്ഥായിട്ട് അങ്ങോട്ട് വിളിച്ചാൽ, നമ്രാണാം സന്നിധത്തെ എന്ന് പറഞ്ഞ് ഒന്നങ്ങോട്ട് നമസ്കരിച്ചാൽ രക്ഷയ്ക്കായി അനുഗ്രഹിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ കൈകൾ, ആ അനുഗ്രഹം ആ നിമിഷം അവിടെ ഇങ്ങോട്ട് ഉണ്ടാവുകയാണ്. നമ്മള് ഭഗവാനെ നമസ്കരിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താ? തിരുസന്നിധിയിലെ നമസ്കരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ എന്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും എല്ലാവർക്കും ഭഗവാന്റെ ആ തിരുക്ഷേത്ര സന്നിധിയിൽ ചെന്ന് നമസ്കരിക്കാനൊന്നും സാധിച്ചോളണം എന്നില്ല. അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാർ ധാരാളമുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കോളണം എന്നില്ല. എന്നാൽ ഒട്ടും തന്നെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എവിടെ ഇരുന്നിട്ടായാലും, നമ്മുടെ ഗൃഹത്തിലായിക്കോട്ടെ, ഇനി ഓഫീസിലായിക്കോട്ടെ, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എവിടെ ആയാലും വേണ്ടില്ല. ഇനിയിപ്പോ ഫ്ലാറ്റിൽ, നമ്മുടെ 10ാം നിലയിലെ നമ്മുടെ ഫ്ലാറ്റിലായാലും വേണ്ടില്ല, നമ്മള് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നങ്ങോട്ട് നമസ്കരിച്ചാൽ, പറ്റും പോലെ ഒന്നങ്ങോട്ട് ആ തല കുമ്പിട്ടാൽ, എന്താ അങ്ങനെ പറയുന്നത്? ഡ്രൈവ് ചെയ്യുമ്പോ തല ഒന്ന് പതുക്കെ ഒന്ന് കുമ്പിടാനേ, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കാനേ പറ്റുള്ളൂ. എന്നാലും വേണ്ടില്ല, ആത്മാർത്ഥത, ആ സ്നേഹം ഉണ്ടാവണം. ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ ഒരു സംശയവും വേണ്ട, ആ നമസ്കാരം ഭഗവാന്റെ പാദങ്ങളില് എത്തിച്ചേരുന്നുണ്ട്. അഥവാ ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ മാത്രമേ നമുക്ക് ഏതൊരാൾക്കും നമസ്കരിക്കാൻ കഴിയൂ. സർവത പാണിപാദം തൽ
സർവതോക്ഷിശിരോ മുഖം. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദങ്ങളിലല്ലാതെ ഒരാൾക്കും തന്നെ നമസ്കരിക്കാനാവില്ല. വേറൊരു സ്ഥലത്ത് നമസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഏത് സന്ദർഭത്തിലായാലും രക്ഷയ്ക്കായിക്കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം അവിടെ വരുന്നുണ്ട്. ഇതുപോലെ നാരായണീയം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും അനേകം പ്രാദേശിക ഭാഷകളിൽ നിന്ന് ലഭ്യമാണത്. ലോകത്തിന്റെ അനേകം ഭാഗങ്ങളിൽ എത്രയോ ആൾക്കാര് നാരായണീയം പാരായണം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിനാൽ നാരായണീയത്തിനും ദേശത്തിന്റെയോ കാലത്തിന്റെയോ ഒരു പരിധിയുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നാരായണീയം വായിക്കാം. ഭാഗവതം അങ്ങനെയല്ല. ഭാഗവതം എന്താ ആചാര്യന്മാര് പറയാറ്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഉള്ളിൽ വായിക്കണം എന്നാണ്. എന്നാൽ നാരായണീയത്തിന് അങ്ങനെ ഒന്നില്ല. അത് സ്തോത്ര ഗ്രന്ഥമാണ്, സ്തോത്രമാണ്. അതുകൊണ്ട് എപ്പ വേണമെങ്കിലും വായിക്കാം. വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറയുന്ന ദശകങ്ങൾ ചൊല്ലാം. എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരു പ്രയാസവും ഇല്ല. ഓഫീസിലിരിക്കുമ്പോഴാണോ അപ്പോഴും പറ്റുന്ന പോലെ ആവാം. ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ദേശത്തിന്റെ കാലത്തിന്റെ ഒന്നും പരിധി നാരായണീയത്തിനില്ല. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആദ്യ ദർശനത്തിൽ സ്പഷ്ടമല്ലാത്തത്, അതാണ് അതിന്റെ അർത്ഥം. അതിപ്പോ എങ്ങനെയാ വെച്ചാൽ, നമ്മളിപ്പോ ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോ ആദ്യ ഭഗവാനെ അങ്ങോട്ട് ദർശിച്ചു. ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമോ പെട്ടെന്ന്? ഇല്ല. ഗുരുവായൂരപ്പന്റെ സമ്പ്രദായങ്ങള് ഏത് സമയത്താണ് ഈ പറയുന്ന ഭഗവാന്റെ നിവേദ്യങ്ങള് നട അടയ്ക്കുക തുറക്കുക എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. എന്നാൽ സ്ഥിരമായി ഉപാസന ചെയ്തു നോക്കൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഗുരുവായൂരപ്പനെ പോയി ദർശിക്കാൻ ഒരു മനസ്സ് വെക്കുക, നിർബന്ധ ബുദ്ധി വെച്ചു നോക്കൂ. അതുപോലെ തന്നെ നാരായണീയം വായിക്കല്, നാമം ജപിക്കല്, പറ്റുമ്പോഴൊക്കെ ഭഗവാനെ ദർശിക്കല്, ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മൾ ദർശിച്ചപ്പോ കണ്ട ആ കമനീയ രൂപം സ്മരിക്കല്, ഈ ഭഗവാനെ സ്മരിക്കൽ തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇവ ഓരോന്നായിട്ട് നമ്മൾ നടപ്പിലാക്കിയാൽ ആ ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ, ആ ഉണ്ണിക്കണ്ണന്റെ കരുതല്, നമ്മളോടുള്ള സ്നേഹം, ഗുരുവായൂരപ്പന്റെ ആ സംരക്ഷണ ഭാവം, നിനക്ക് ഞാനുണ്ട് എന്നുള്ള സംരക്ഷണ ഭാവം, അതുപോലെ നമ്മൾ ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോൾ നമ്മളോടൊന്നും പറയാതെ എന്നാൽ പുഞ്ചിരിക്കുമ്പോഴോ ആ നോട്ടം കാണുമ്പോഴോ അനേകം കാര്യങ്ങള് നമ്മളോട് പറഞ്ഞു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആ ഭഗവാൻ, എന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? മാ ശുച, ഇനി നീ കരയരുത്, കരയേണ്ടവനല്ല എന്ന് നമ്മൾ ഓരോരുത്തർക്കും അനുഭവമാക്കി തരുന്ന ഭഗവാൻ. അപ്പോൾ എന്താണ്? സ്പഷ്ടായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിട്ടുള്ള ഒരാളോട് ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ സംശയിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മളോടൊക്കെ ഒന്ന് ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റണ പോലെ പറയൂ എന്നാണ് പറഞ്ഞാൽ എന്തൊക്കെ ഒന്നാ നമുക്ക് പറയാണ്ടാവുക അല്ലേ? അതന്നെയാണ്. അപ്പോ സ്പഷ്ടം. ഭഗവാനെ ദർശിക്കുമ്പോ നമ്മളൊക്കെ എങ്ങനെയുണ്ട്? ഇന്നിന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തൊഴുകാൻ പോവുകയാണ് ഗൃഹത്തിന്നേ. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ 1, 2, 3 എന്നായിട്ട് ഓരോരോ ആഗ്രഹങ്ങള്. മാത്രല്ല ഇതൊക്കെ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാള്. എന്താച്ചാൽ എങ്ങാനും തിരക്കിലൊറ്റപ്പെട്ട ചിലത് പറയാൻ വിട്ടുപോയാൽ നീയും കൂടി പറഞ്ഞേക്കേ. എന്നാ പിന്നെ രണ്ടാളും കൂടിയിട്ടാവുമ്പോ പറയാൻ ഒരാൾ വിട്ടാലും മറ്റാൾ ഓർമ്മിച്ചു എന്നുണ്ടല്ലോ. ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. കുട്ടികളൊപ്പമുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഭാര്യയോട് പറയണത് മകന്റെ അല്ലെങ്കിൽ മകളുടെ കൈ വിടാതെ നോക്കണം, നല്ല തിരക്കുണ്ട് എന്നാണ്.
അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു. ഫ്ലൈ ഓവറൊക്കെ കടന്ന് കൊടിമരത്തിന്റെ അധിയനെ അങ്ങോട്ട് കടന്ന കഴിഞ്ഞ് അപ്പോഴാണ് എന്ത്, അതുവരെയും കൂടിയും ഈ പറഞ്ഞ ഭാര്യയും കുട്ടികളൊക്കെ ഒപ്പല്ലേ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഭഗവാനെ നേരിട്ട് ദർശിക്കാനായപ്പോഴേക്ക് എന്തായിട്ടുണ്ട്, ഒപ്പുള്ള ആൾക്കാരെയൊക്കെ മറന്നിട്ടുണ്ട്. ആ ഭഗവാനെ ദർശിക്കണോട് കൂടിയിട്ട് നമ്മള് ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓരോ 10 വിരലും എത്ര തവണ മടക്കലും നൂർത്തലും കഴിഞ്ഞിട്ടുണ്ടോ ചോദിച്ചാൽ അറിയില്ല. ഇങ്ങനെ ഓർത്ത് വെച്ചതൊന്നും തന്നെ ആ ആനന്ദാനുഭൂതിയില് ചിലപ്പോ നമുക്ക് പറയാൻ, ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോ ചിലതൊക്കെ പറഞ്ഞു എന്നും വരാം, ചിലതൊക്കെ വിട്ടുപോയി എന്നും വരാം. എന്നാലോ ഇതൊക്കെ കഴിഞ്ഞ് ഒപ്പുള്ള ഈ പത്നിയും കുട്ടികളും ഒപ്പുണ്ട് എന്നുള്ളത് എപ്പോഴാ നമുക്ക് ഓർമ്മ വരിക? നമ്മുടെ തൊഴുകലും കൂടിയും കഴിഞ്ഞ് ആ സപ്തമാതൃക്കളുടെ അവിടെയോ ഗണപതിയുടെ അവിടെ എത്തുമ്പോഴാണ് അവിടെ ഒന്ന് തിരിഞ്ഞിട്ടും കൂടെ ഒരു നോട്ടുണ്ട്. ഒപ്പം ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, തൊഴുതു വരികയോ. ആ കാരണം എന്താ വെച്ചാൽ ആ ഭഗവാന്റെ സംരക്ഷണ ഭാവം നിനക്ക് ഞാനുണ്ട് എന്നുള്ള ആ കരുതല്, ആ അനുഗ്രഹം, ആ ആനന്ദാനുഭൂതിയില്, ഭഗവാനെ ദർശിച്ചപ്പോണ്ടായിട്ടുള്ള ആനന്ദാനുഭൂതിയില് നമ്മളെ തന്നെ അങ്ങോട്ട് മറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രാർത്ഥിക്കലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലോ ആ ഭഗവാൻ ആകട്ടെ നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും എല്ലാം വിട്ടുപോയതും എല്ലാം നൽകി സകല ആഗ്രഹങ്ങളും അനുഗ്രഹിച്ച് തന്നെ സാധിപ്പിച്ചുകൊണ്ട് അവസാനം നീ എന്റേതാണ്, ഇനി നീ ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരമാനന്ദ സാന്ദ്രയായ ഗതി കൂടി നൽകി ആ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. നാരായണീയവും ആദ്യമായി വായിക്കാനും മനസ്സിലാക്കാനും കുറച്ച് പ്രയാസമായി തോന്നിയേക്കാം. എന്നാൽ സ്ഥിരമായി പാരായണം ചെയ്യുക, അതായത് ഉപാസന ചെയ്തു നോക്കൂ. നാരായണീയം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ തുടങ്ങും. ഗുരുവായൂരപ്പനെ നേടിത്തന്നുകൊണ്ട് അവസാനം പരമാനന്ദ സാന്ദ്രയായ ഗതി കൂടി അനുഗ്രഹിച്ച് അനുഭവിപ്പിക്കുന്നതാണ് നാരായണീയം. അതുകൊണ്ട് തന്നെ പറയാം, ഹന്തഭാഗ്യം ജനാനാം, ജനങ്ങളുടെ മഹാഭാഗ്യം. എന്താന്ന് വെച്ചാൽ ആ പരബ്രഹ്മം സത്യവസ്തു ഇവിടെ ഗുരുവായൂരില് അങ്ങനെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആ പരബ്രഹ്മത്തിനെ, സത്യവസ്തുവിനെ എളുപ്പത്തിൽ കയ്യിലെടുത്ത് തരുന്ന, സാധ്യമാക്കി തരുന്ന, നേടിത്തരുന്ന ഒരു സ്തോത്ര ഗ്രന്ഥമാണ് നാരായണീയം. ഇതുതന്നെയാണ് ഹേ ലോകമേ, ഹേ ജനങ്ങളെ നിങ്ങളുടെ മഹാഭാഗ്യം, ഹന്തഭാഗ്യം ജനാനാം. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ സാരമെല്ലാം നന്നായി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാല് നമുക്ക് കാണാം, ആക്ഷിപ്തമായ പറയപ്പെട്ട വിധിവാക്യം ഈശ്വരനെ ഭജിക്കുക എന്നത് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത് ഇവിടെ ബ്രഹ്മതത്വം എന്നിങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ അർത്ഥേഷ്വഭിജ്ഞസ്വരാട്ട് എന്നതിന് സമാനമായി സാന്ദ്രാനന്ദാവബോധാത്മകം ഭാതി എന്നിങ്ങനെ പറഞ്ഞതായിട്ട് കാണാം. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം എന്ന ഭാഗവത ആശയത്തെ സ്വന്തം തേജസ്സുകൊണ്ട് മായയെ നിരസിച്ചിട്ട്, തിരസ്കരിച്ചിട്ട് എന്നർത്ഥത്തെ നിത്യമുക്തം എന്ന പദം കൊണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തില് കുറച്ച് ചുരുക്കി തന്നെയാണ്, വളരെയധികം ചുരുക്കി തന്നെയാണ് ആദ്യ ശ്ലോകത്തിന്റെ അർത്ഥം സാമാന്യമായി ഒന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളില് സമർപ്പിക്കണത്. ത്വൽ പ്രസാദായ ഭൂയാൽ, ഗുരുവായൂരപ്പ അവിടുത്തെ സന്തോഷത്തിനായി ഭവിക്കണമേ. വന്ദേ ഗുരുപരമ്പര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ.